NIA വീണ്ടും കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇറച്ചിവെട്ടുകാരനായും വീട്ടുജോലിക്കാരനായും മരം വെട്ടുകാരനായും ഒക്കെ. PFIയെ പൊക്കിക്കൊണ്ടുപോയതുപോലെ തന്നെ മറ്റൊരു സംഘടനയിലെ ചില നേതാക്കളെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മത തീവ്രവാദം വളർത്തി കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന SDPIയെ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ നിരോധിക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ SDPIയിലെ ചില നേതാക്കൾ NIA വിരിച്ച വലയിൽ വീണ് കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ്, നിരോധിക്കാൻ വല്ല വഴിയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം SDPIയെ നിരോധിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFI NDF എന്നുള്ള പേരിൽ, അതായത് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ ആദ്യം തുടങ്ങുകയും പിന്നീട് ഇന്ത്യയിൽ വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതായത് ഈ പറയുന്ന പോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ആ പേരാക്കി മാറ്റി അതിലൂടെ ഈ തീവ്രവാദം എങ്ങനെ ഫലപ്രദമായി ഇന്ത്യയിൽ നടപ്പിലാക്കാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരുന്ന സംഘടനയാണ് ഈ PFI എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കെല്ലാം പല മുഖങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ ആത്മാവാണ് എന്ന് നമ്മൾ പറയും. പല മുഖങ്ങളും ഒരൊറ്റ ആത്മാവുമാണ്. അതിൽ തന്നെ PFI എങ്ങനെയാണോ അതൊരു പൊളിറ്റിക്കൽ സംഘടനയായിരുന്നില്ല. PFI അതൊരു നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പ്രത്യേക സംഘടന മാത്രമാണ്. രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ കേന്ദ്ര സർക്കാരിന് ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റി, അവരെ നിരോധിക്കാനും ആ ഭീകരന്മാരെ അഴിക്കുള്ളിലാക്കാനും ഇപ്പോൾ തിഹാർ ജയിലിൽ നിന്ന് ഉണ്ട തിന്നുകയും റൌഫ് അടക്കമുള്ള റൌഫ് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട തിന്നുകൊണ്ടിരിക്കുകയുമാണ്. PFIയെ നിരോധിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ എടുത്ത കേന്ദ്രത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായിരുന്നു. NGOകൾ വഴിയൊക്കെ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരികയും ആ പണം ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് പലതരം തട്ടിപ്പുകളിലൂടെ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ഇവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയുള്ള പണം PFI ഉപയോഗിച്ചിട്ടുണ്ട്. ഇവർക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഫണ്ട് വന്നത് എന്നൊക്കെ കേന്ദ്ര സർക്കാർ കൃത്യമായി അന്വേഷിക്കുന്നു. അതിനുശേഷം കേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേക ടീം, NIAയുടെ പ്രത്യേക ടീം കേരളത്തിലെ മലപ്പുറത്ത്, കൊച്ചിയിൽ, കോഴിക്കോട് തുടങ്ങിയ പ്രധാനപ്പെട്ട ഏരിയകളിലെല്ലാം തന്നെ NIAയുടെ ടീം വരുന്നു. NIAയുടെ ടീം വരുന്നത് എങ്ങനെയാണ്? ഇറച്ചി വെട്ടുകാരായി, തൊഴിലാളികളായി, തോട്ടം തൊഴിലാളികളായി, അടുക്കളയിലെ പണിക്കാരായിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന ഇറച്ചി വെട്ടുകാരനൊക്കെ ഇന്നലെ വരെ ഇവിടെ ഇറച്ചി വെട്ടിക്കൊണ്ടിരുന്ന ആളൊക്കെ വന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ കടയുടെ മുതലാളിയായിട്ടുള്ള ജിഹാദികളൊക്കെ പേടിച്ചു പോവുകയാണ് ചെയ്തത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇയാളേതോ ബംഗാളിയാണ് എന്നാണ് ഇവരൊക്കെ കരുതിയിരുന്നത്. അതുപോലെ വളരെ കൃത്യമായ രീതിയിൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടാണ് PFIയെ ഈ പറയുന്ന NIA പൂട്ടിയത്, കേന്ദ്രം പൂട്ടിയത്. സത്യസരണി എന്ന് പറയുന്ന മലപ്പുറത്തെ PFIയുടെ ഒരു വലിയ ആത്മീയ കേന്ദ്രം കൂടിയാണത്. ആ ആത്മീയ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പല കാര്യങ്ങൾക്കും കേരള പോലീസിന് സത്യസരണിയിലേക്ക് കടന്നു പോകാൻ കഴിയുമായിരുന്നില്ല. അവിടെ വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. മലപ്പുറത്തെ സത്യസരണിയിലേക്ക് CRPF കമാൻഡോകൾ ഉൾപ്പെടെയുള്ളവർ ഇരച്ചു കയറുകയും അത്തരത്തിലുള്ള ആളുകൾ നേരെ ഈ ഭീകരന്മാരെ മൊത്തം കെട്ടിപ്പൂട്ടുകയും ചെയ്ത ഒരു ചരിത്രം നമുക്ക് പറയാനുള്ളത്. അതിനെ തൊട്ടുകൊണ്ടാണ് അന്ന് തന്നെ ആളുകൾ ചോദിച്ചു, ഓക്കെ നിങ്ങൾ PFIയൊക്കെ നിരോധിച്ചിട്ടുണ്ട്, പക്ഷേ SDPI അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. PFIയിൽ നിന്ന് പോയ ആളുകളൊക്കെ എങ്ങോട്ടേക്കാണ് പോയത്? കുറേ അധികം ആളുകളൊക്കെ ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ചിലരൊക്കെ മുസ്ലിം ലീഗിലേക്ക് പോയിട്ടുണ്ട്, കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും അഭയം തേടിയത് SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ എളുപ്പത്തിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് നിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടി കൃത്യമായി ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അവരെ നിരോധിക്കാം, അതിന് കേന്ദ്രത്തിന് ആവശ്യപ്പെടാം. ഇതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ PFIയുടെ നിരോധനത്തെ തുടർന്ന് പല ഭീകരന്മാരെയും കരിമ്പട്ടിയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഡൽഹി എയർപോർട്ടിൽ വെച്ചാണെന്ന് തോന്നുന്നു മുഹമ്മദ് ആലം എന്ന് പറയുന്ന ഒരു ബീഹാറി സുഡാപ്പിയെ പോലീസ് പിടിച്ചിരുന്നു. പോലീസല്ല, NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളിൽ നിന്ന് കിട്ടിയ വളരെ ഗുരുതരവും ഗൗരവകരമായ കുറച്ച് വിവരങ്ങളുണ്ട്. ഏകദേശം 16,000-ഓളം അക്കൗണ്ടുകൾ ഈ ഫണ്ട് പിരിക്കുന്നതിന്, അതായത് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി PFIക്ക് അനുകൂലമായി ഈ പറയുന്ന SDPIയുടെ ഭാഗത്തു നിന്നൊക്കെ ചില ആളുകളൊക്കെ ചേർന്നുകൊണ്ട് 16,000-ഓളം അക്കൗണ്ടുകൾ വഴി ട്രാൻസാക്ഷൻസ് നടന്നു, പണം ശേഖരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അപ്പോൾ അയാളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഈ 16,000-ൽ ഏകദേശം 10,000-ഓളം പേര് മലയാളികളാണ്.
നമ്മൾ ഞെട്ടിപ്പോകും. നമ്മുടെ പുരോഗമന കേരളമാണ്, നോക്കണം. ആ 10,000-ഓളം പേരും മലയാളികളാണ്, 6,000-ഓളം പേരാണ് കേരളത്തിന് പുറത്തുള്ളത്. ഈ ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് NIA തയ്യാറാക്കിയപ്പോൾ ഇതിൽ പലരും ഇപ്പോൾ SDPIയിൽ പ്രവർത്തിക്കുന്നതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ നടന്ന ആളുകളിൽ പലരും SDPIയിൽ പെട്ട നേതാക്കന്മാരിലും അത്തരം ആളുകളിലേക്കും ഈ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ NIA അടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് പറയുന്നതിന് മുമ്പ് ധന്യക്ക് ഓർമ്മയുണ്ടാവും, അവിലും മലരും കുന്തിരിക്കോ കരുതി വെച്ചോ, വരുന്നുണ്ടടാ അന്റെയൊക്കെ കാലന്മാരെന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ടാണ് ഇവർ വിളിപ്പിച്ചത്. ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇവർ ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ മറ്റു മതവിഭാഗങ്ങളെ നോക്കിക്കൊണ്ട് ഈ പറഞ്ഞത്. കുന്തിരിക്കം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിയും, അവിലും മലരും എന്ന് പറയുമ്പോൾ ഹിന്ദുവിനെയും ഉദ്ദേശിച്ചാണ് എന്നുള്ളത് എല്ലാ മനുഷ്യന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അവരുടെ ഉള്ളിലുള്ളത് പുറത്തു വന്നതാണ്. അതിനുശേഷം കൊല്ലത്ത് കഴിഞ്ഞ ദിവസം വഖഫ് സംരക്ഷണ വേദി എന്ന് പറഞ്ഞുകൊണ്ടൊരു സമരം നടന്നു. SDPIയുടെ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത്? വഖഫ് എന്ന പേരിൽ ഒരു ബോർഡ് ഉണ്ടാക്കുക, അവർക്ക് തോന്നിയ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുക്കുക, ആളുകളെല്ലാം കുടിയൊഴിപ്പിക്കുക, ഇവിടെ ശരിയത്ത് നിയമം നടപ്പിലാക്കുക. ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്ന നിയമങ്ങളാണോ? കേന്ദ്രം അതിനെ പൂട്ടാൻ തീരുമാനിച്ചു. ആ പൂട്ടാൻ തീരുമാനിച്ചതിനെതിരായിക്കൊണ്ട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകൾ തെരുവിലിറങ്ങി ആദ്യം മുദ്രാവാക്യം വിളിച്ചത് വഖഫിനെ ഞങ്ങൾ സംരക്ഷിക്കും ജീവനുള്ള കാലം വരെ എന്നായിരുന്നു മുദ്രാവാക്യമെങ്കിൽ പിന്നീട് വരുമ്പോഴും വെല്ലുവിളിയായി മാറുകയാണ്. നിങ്ങളെയൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങളെയൊക്കെ കാണിച്ചു തരാമെന്നുള്ള നിലയിൽ കുട്ടികളും സ്ത്രീകളെയും കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്ന രീതിയിലേക്ക് SDPI മാറി എന്നുള്ളതാണ്. ആ ഒരു മുദ്രാവാക്യം, അതായത് അവിലും മലരും എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചതിന് തൊട്ട് പിന്നാലെ ഇവരെ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയപ്പോൾ ഈ ഒരു മുദ്രാവാക്യത്തിന് പിന്നാലെ SDPIയുടെ സകലമാന പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാനും ഇവരെ പൂട്ടാനും തന്നെയാണ് എല്ലാ മേഖലകളിൽ നിന്നും കേന്ദ്ര സർക്കാരിന് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ കേന്ദ്രം പതുക്കെയെങ്കിലും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു വൈക്കം മാത്രമാണ് ഇനി നിലവിൽ ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ SDPI എന്ന് പറയുന്ന പ്രസ്ഥാനം ചില്ലറയുള്ള ഒരു പ്രസ്ഥാനമല്ല. കാരണം ഈ പറയുന്ന ആളുകൾക്കിടയിലേക്ക് വിഭാഗീയത പരത്താൻ വേണ്ടി എത്രത്തോളമാണോ ഇവർ ശ്രമിക്കുന്നത്, ആ വിഭാഗീയതയുടെ ആഴമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനുമൊക്കെ അപ്പുറത്തേക്കാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവർ മറന്നുപോയൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച സമയത്ത് പ്രവർത്തിച്ചതുപോലെ അങ്ങ് പ്രവർത്തിക്കാൻ എന്നായിരുന്നു ഇവർ കരുതിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ പേര് അമിത്ഷാ എന്നായിപ്പോയി, പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നായിപ്പോയി, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ പേര് അജിത് ഡോവൽ എന്നായിപ്പോയി. അത് ഇവർക്ക് വലിയ അടിയായിപ്പോയി. ഇതാണ് ഈ പ്രശ്നം കണ്ടത്. ഈ കൂട്ടമായി ഓടേണ്ട അവസ്ഥയാണ്. ഇപ്പോഴും കേരളത്തിലെ ആളുകൾക്ക്, കേരളത്തിലെ സുഡാപ്പികൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സുരക്ഷിതരാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നോളം സുരക്ഷിതരാണ് ഞങ്ങൾ എന്ന ധാരണയ്ക്ക് പുറത്താണ് ഇവർ നിൽക്കുന്നത്. മക്കളെ, ഇത് കേരളമാണ്, കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ഇവിടെ ഒരു NIAയോ CRPFോ വന്നിറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഈ നെട്ടോട്ടം ഒന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടാത്ത നിങ്ങളുടെ അത് അവർ തലയ്ക്കുള്ളിൽ കയറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് കൃത്യമായി ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നേതാക്കളെ അടക്കം പൂട്ടാനുള്ള തീരുമാനം ഇവർ തന്നെ എടുപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഈ SDPIയെ കുറിച്ച് ധന്യക്ക് എന്താ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. കാരണം ഈ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ വർഗീയ വിഷം തുപ്പാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് ഇന്നലെ ഞാൻ ഇവരുടെ ഒരു സംസ്ഥാന സമ്മേളനം വഖഫുമായി ബന്ധപ്പെട്ട് അതിലിവർ പറയുന്നത് നമ്മുടെയൊക്കെ സ്വത്തുക്കൾ പിടിച്ചടക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ നടപടിക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കണം. വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് അവൻ പോലും അറിയാതെ അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്ന, അങ്ങനെയാണ് പറയുന്നത്, അടിച്ചു മാറ്റിയിട്ട് അള്ളാഹുവിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കി ഇവരത് പങ്കിട്ടെടുത്തിട്ട് പറയുന്നത് കേന്ദ്ര സർക്കാർ അവരുടെ ഭൂമി എടുത്തത്. വല്ലവൻ്റെ ഭൂമിയാണ് ഇവന്മാരുടെ കയ്യിലിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ എന്തിനെ കേന്ദ്ര സർക്കാർ അത്രയും വൈകുന്നു ഇവരെ നിരോധിക്കുന്നതിൽ? കാരണം നിങ്ങൾ നല്ല സംഘടനയായി നല്ല രീതിയിൽ മതേതരത്വം വച്ച് വിളമ്പിക്കൊണ്ട് പ്രവർത്തിച്ചാൽ കുഴപ്പമില്ല. മതേതരത്വം എന്ന് മുകളിൽ ഇട്ടുകൊണ്ട് അടിയിലൂടെ തീവ്രവാദം, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതെന്തായാലും കേന്ദ്രം പൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.